പ്രജിത, ഇപ്പോഴേ ഈ നമ്മുടെ സംസ്ഥാന സർക്കാരിനെ അവരുടെ ഈ കീഴിലുള്ള ഇപ്പോൾ ദേവസ്വമായിരുന്നു, ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം, കൊച്ചിൻ ദേവസ്വം എന്നൊക്കെ പറയുന്ന പോലെ സർക്കാരിനെ നിയമിക്കാൻ സാധ്യതയുള്ള കുറേ വകുപ്പുകളുണ്ടല്ലോ അവരുടെ. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്നതിൽ ഈ കൊച്ചിൻ ദേവസ്വത്തിൻ്റെ ചെയർമാൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൊച്ചിൻ ദേവസ്വത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ ഉള്ള ആൾ ഒരു സുദർശനൻ, അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞു. അവർക്കിപ്പോൾ കൊച്ചിൻ ദേവസ്വത്തിൻ്റെ ചെയർമാനായിട്ട് അല്ലെങ്കിൽ പുതിയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക്, കൊച്ചിൻ ദേവസ്വത്തിൻ്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ടല്ലോ, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് CPM-ൻ്റെ ഒരു 3 പേരെ പേര് അതിൽ പൊങ്ങി വരുന്നുണ്ട്. ഒരാൾ പാർട്ടി പ്രവർത്തകനാണ്. ഇപ്പം നമ്മൾ പേരുകൾക്ക് ഇവിടെ പ്രസക്തി ഇല്ലാത്തത് കൊണ്ടാണ് നാം പറയാത്തത്. ഒരാൾ പാർട്ടി പ്രവർത്തകനാണ്, ജില്ലാ കമ്മിറ്റി അംഗമാണ്. രണ്ടാമതൊരാൾ മുൻ ബോർഡ് പ്രസിഡന്റാണ്. മൂന്നാമതൊരാൾ വ്യാപാരി വ്യവസായി നേതാവാണ്, കോൺഗ്രസിൽ നിന്ന് കളഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഈ 3 പേരുടെ പേരുകൾ വരുമ്പോൾ CPM-നെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ ഈ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗം എന്ന് പറയുമ്പോൾ അല്ല, ജില്ലാ കമ്മിറ്റി അംഗം, ഈ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ആളിനെ അവർക്ക് പാർട്ടിയുടെ അംഗമാണെങ്കിലും അദ്ദേഹത്തിനെ പ്രസിഡന്റ് ആക്കാനായിട്ട് താല്പര്യമില്ല. അതിൻ്റെ കാരണം പറയുന്നത് അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗമാണ്, പാർട്ടിയിൽ ഫുൾ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സമയം വേണം, അതുകൊണ്ട് അദ്ദേഹത്തിന് എടുക്കണ്ട എന്നൊരു ന്യായമാണ് പറയുന്നത്. അടുത്ത രണ്ടാമത് പറയുന്ന വേറൊരാളിൻ്റെ അവർക്ക് ഈ രണ്ടാമത് പറയുന്ന ആളിൻ്റെ പേരെന്ന് പറഞ്ഞാൽ മുൻ പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. അപ്പോൾ അത് വീണ്ടും വേണം, അതും താല്പര്യമില്ല. മൂന്നാമത് വ്യാപാരി വ്യവസായി ഒരാളുടെ പേര്, അദ്ദേഹം കോൺഗ്രസ് നിന്ന് CPM-ലേക്ക് വന്നതാണ്, അതിനൊരു താല്പര്യം കാണിക്കുന്നുണ്ട്, കാശ് കിട്ടാനുള്ള വഴിയുണ്ട്. അത് മാത്രമല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇപ്പോൾ ആയിരിക്കണം പ്രശാന്ത് കോൺഗ്രസ് നിന്ന് ഇതിലോട്ട് വന്നതാണ്. അപ്പോൾ ഈ നമ്മുടെ ഈ ഭരണത്തിലിരിക്കുന്ന ഭരണത്തലവനും ഭരണത്തിൽ ഇരിക്കുന്ന യുവാക്കളായിട്ടുള്ള MLA ഈ പോകുന്ന പോക്കിൽ വെട്ടിക്കൊണ്ട് പോവുക എന്ന് പറയുക, കടുംപട്ട് വെട്ടുക എന്ന് പറയില്ലേ. അതായത് നിലാവുള്ള സമയത്ത് കള്ളന് മോഷ്ടിക്കാൻ നിലാവത്താണല്ലോ വെളിച്ചമുള്ള രാത്രി. അപ്പോൾ ആ സമയത്ത് അടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം അടിച്ചുകൊണ്ട് പോകാൻ നിൽക്കുകയാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇത്രയും ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ഇതൊക്കെ എന്താണ് തോന്നുന്നത്? അതായത് PSC-യിലെ അംഗങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്ന കാര്യം, പാവപ്പെട്ട ആശാ വർക്കർമാരവിടെ സമരം കിടക്കുന്നു, ഇതെല്ലാം കൂടെ വെച്ചോണ്ട് എന്താ തോന്നുന്നത്? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിലവിലിരുന്നോട്ടെ, ഒന്ന് പറഞ്ഞേ. എൻ്റെ അഭിപ്രായം പറയണം. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ചിലപ്പം ചേട്ടന് എന്താ പറയുക, ചേട്ടൻ ചിരിക്കുമായിരിക്കും. പക്ഷേ എനിക്ക് പറയാനുള്ളത്, പിണറായിയെ സംബന്ധിച്ച് എല്ലാം കച്ചവടമാണ്, ഫുൾ കച്ചവടം എന്ന് പറയുന്നത്. ഇപ്പൊ ചേട്ടൻ ഈ പറഞ്ഞ 3 പേരുകാര്, ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ 3 പേരുടെയും പേരല്ല ഇവിടെ പ്രസക്തമാകുന്നത്. അവർ ചെയ്യുന്നത് എന്താണ്, ആ പ്രവൃത്തിയാണല്ലോ. അപ്പം നേരത്തെ മുൻ ബോർഡ് പ്രസിഡന്റിനെയും ജില്ലാ സെക്രട്ടറിയെ ഒന്നും വേണ്ട, അല്ലേ, അവരെ ഒന്നും വേണ്ട. മറിച്ച് കോൺഗ്രസിൽ നിന്ന് വന്ന വ്യാപാരി വ്യവസായി നേതാവായിട്ടുള്ള ആളെ ഇതിൽ നിയമിക്കുകയാണല്ലോ. അതാണ് നിയമിക്കാൻ പോകുന്നത്. ഉറപ്പിക്കാം നമുക്കത്. 1 തരം, 2 തരം, 3 തരം. കാരണം കമ്മീഷൻ കിട്ടും. PSC നിയമനത്തിലും നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു, ഇതും ഇങ്ങോട്ട് പൈസ വാങ്ങുന്നു. ഇപ്പൊ ഈ 2.5 ലക്ഷം രൂപ ശമ്പളം കിട്ടാനായിട്ട് അതിന്റെ ഇരട്ടി പൈസ കമ്മീഷൻ വാങ്ങി അത് മാത്രമല്ല ഈ പറയുന്നത് കൊടുത്താലും അവരും പാർട്ടി ഇത് തിരിച്ചു അവർ കൊടുക്കേണ്ടി വരും. 3 ലക്ഷം വാങ്ങിച്ചെന്നിരിക്കട്ടെ, 1.5 ലക്ഷം വരെ തിരിച്ചു കൊടുക്കേണ്ടി 1.5 ലക്ഷം വരെ തിരിച്ചു കൊടുക്കേണ്ടി വരും. അതിപ്പോ ഇവർ വാങ്ങിയ പൈസ ഇവർക്ക് തിരിച്ചു പിടിക്കാൻ ചിലപ്പോ ഒരു 3-4 മാസം ഒക്കെ ആയിരിക്കും അവര് കൊടുത്തു തീർത്തോളും. പക്ഷെ അപ്പോഴും അവർക്ക് ബാക്കി 1.5 ലാഭമാണ്. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, പെൻഷനും കിട്ടൂലോ. അപ്പോൾ പെൻഷനും കിട്ടും. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇത് പൈസ കൊടുത്തു കയറിയാൽ ഇവർക്ക് ലാഭമാണേ. ആ ലാഭമുള്ള ബിസിനസ്സിനല്ലേ എല്ലാവരും പോകുള്ളൂ. അപ്പോൾ പക്ഷെ ഈ ചേട്ടൻ പറഞ്ഞതുപോലെ ഈ പറയുന്ന ദിവസവേതനാടിസ്ഥാനത്തൊക്കെ ജോലി ചെയ്യുന്ന ഈ പാവം ആശാവർക്കർമാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് യാതൊരു ലാഭവുമില്ല. ഒരു ആശാവർക്കറിന്റെ ഓട്ടം എന്ന് പറയുന്നത്, എൻ്റെ അമ്മയുടെ അനിയത്തി ഒരു ആശാവർക്കറായിരുന്ന ആളാണ്. എന്തൊരു ഓട്ടം ഓടണമെന്നറിയാം. അപ്പം തന്നെ എല്ലാ കാര്യങ്ങളും ഇവർക്ക് അപ്പം തന്നെ എല്ലാം വിരൽ തുമ്പിലാണല്ലോ. അപ്പൊ വിരൽ തുമ്പിൽ ഇവരെ എത്തിച്ചു കൊടുക്കണം. അല്ല, ഈ കൊറോണ കാലത്ത് അവർ ചെയ്ത കാര്യം ഓർമ്മയുണ്ടല്ലോ, പിന്നെ അതൊക്കെ അവർ മറന്നുപോയി. ചേട്ടാ, നന്ദി എന്ന് പറയുന്നത് ആ ശേഷമില്ല. നന്ദി വേണ്ടായിരുന്നു. അവർക്ക് ജീവിക്കാനുള്ള ഒരു വളരെ, അതായത് അവര് ഫോൺ ചാർജ് ചെയ്യണം, സ്വന്തമായിട്ട് ഫോൺ വേണം, ഈ ഫോണിൽ നെറ്റ് ചാർജ് ചെയ്യണം. ഈ നെറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ ഇവരുടെ ഈ വിവരങ്ങളെല്ലാം തന്നെ ശൈലി ആപ്പോ അങ്ങനെ എന്തോ ഒരു ആപ്പുണ്ട്, അതിൽ ഇവരുടെ ഒരു വീട്ടിലെ 5 പേരുണ്ടെങ്കിൽ 5 പേരുടെയും വിവരം ഇവർ അവിടെ പോയിരുന്ന് മണിക്കൂറുകൾ ഇരുന്ന് കുത്തി പിടിച്ചിരുന്ന് ടൈപ്പ് ചെയ്യണം. ഈ ആപ്പിലേക്ക്
ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ ഡാറ്റ വേണം. ഇന്ന് ഒരു ഡാറ്റയ്ക്ക് എത്ര രൂപയാവുമെന്ന് അറിയാമല്ലോ, ഓരോരുത്തരുടെയും കണക്ഷനൊക്കെ അനുസരിച്ച്. അപ്പോൾ ഒരു മാസം ഇവർക്ക് എത്ര രൂപയുടെ ഡാറ്റ തന്നെ വേണ്ടി വരും. അപ്പം മാത്രമല്ല ഇവർ പോകുമ്പോൾ ഇതുങ്ങളും അലയാണല്ലോ ചേട്ടാ, ഭക്ഷണം കഴിക്കണ്ടേ, വെള്ളം കുടിക്കണ്ടേ, ഉച്ചയ്ക്ക് പൊതിച്ചോറ് എടുക്കാമെന്ന് വിചാരിക്കും. എന്നാലും മനുഷ്യനല്ലേ ഹേ, പോകുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിക്കണ്ടേ. അപ്പോൾ ഇവരുടെ ഒന്നും വേദന മുഖ്യമന്ത്രി പിണറായി വിജയനോ ധനവകുപ്പ് മന്ത്രിക്കോ എന്തിനാ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് പോലും അത് വേണ്ടാന്നേ. ഇവരുടെ സേവനം വേണം, ഇവർക്ക് പൈസ കൊടുക്കാൻ കഴിയില്ല. മറിച്ച് കാരണം ഇവരുടെ കയ്യിൽ നിന്ന് ഇവർക്ക് ഒന്നും കിട്ടാനില്ല, ഇവർക്കൊന്നും കിട്ടാനില്ല. പക്ഷേ നേരെ തിരിച്ച് ഈ മറ്റുള്ളവരുടെ ചേട്ടൻ ഈ പറഞ്ഞ ദേവസ്വം ബോർഡും PSCയും ഉൾപ്പെടെയുള്ള എല്ലായിടത്തും ഇവർക്ക് ഫണ്ട് വരുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന നല്ല ഒന്നാന്തരം കച്ചവടക്കാരനാണ്. ഒരുപക്ഷെ യൂസഫ് അലിയേക്കാളും രവി പിള്ളയേക്കാളും ഒക്കെ മികച്ച ഒരു കച്ചവട ബിസിനസ്സുകാരനാണ്. കാരണം അവരൊക്കെ ബിസിനസ് ഫേമിൽ അറിയപ്പെടുന്നു. നമ്മുടെ രാഷ്ട്രീയ രംഗത്തെ ബിസിനസ്സിൽ ഏറ്റവും മികച്ച രീതിയിൽ കച്ചവടക്കാരനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപ്പോൾ അത് നമുക്ക് പറയാതിരിക്കാൻ തരമില്ല. അദ്ദേഹം തന്നെ ഈ മുഖ്യമന്ത്രി ആയി വന്നതിന് ശേഷവും പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷവും ഒക്കെ മകളുടെ പേരിലൊക്കെയുള്ള ആരോപണങ്ങളും കേസുകളും കൂട്ടവും ഒക്കെ നമുക്കറിയാം. പക്ഷെ ഒരാളെങ്കിലും അദ്ദേഹത്തിന്റെ മകളെയോ കുടുംബത്തിനെയോ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സഹിക്കോ? അപ്പോൾ അദ്ദേഹം സിംഹക്കുട്ടിയാവും, സിംഹമാവും, ഗർജിക്കുന്ന സിംഹം. പക്ഷേ ഈ സാധാരണക്കാരൻ്റെ കാര്യം വരുമ്പോൾ അവർക്ക് മനസ്സറിഞ്ഞ് ഒരു രൂപ കൂട്ടിക്കൊടുക്കാൻ മനസ്സില്ലാത്ത വെറും നികൃഷ്ട ജീവിയായിട്ട് ഇദ്ദേഹം മാറുകയാണ്. മാത്രമല്ല ഇതിലൊക്കെ ഇവരെയൊക്കെ കയറ്റുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു അജണ്ട, അതായത് ചേട്ടന് അറിയാമല്ലോ, നമ്മുടെ ദേവസ്വം പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം മത്സ്യമാംസാദികൾ ഉൾപ്പെടെയുള്ളവ കയറ്റുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ, ഗുരുവായൂരിനടുത്തും ഒക്കെ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ കൂടി വാർത്തകൾ വരുന്ന ഒരു സമയം കൂടിയാണ്. അതെ, അതായത് ഒരു ജീവനക്കാരന്റെ മകനെ ജോലി കിട്ടിയപ്പോ അവിടെ കോഴിക്കാല് വാങ്ങിക്കൊടുത്ത ആളുകളാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി നടത്താൻ തനിക്ക് താല്പര്യമുള്ളവരെ നിയമിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത്. ഇതിൽ ചേട്ടൻ ചോദിച്ചതുപോലെ ഇതൊക്കെ ഈ മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ ഭരണകാലത്ത് നടന്നില്ലെങ്കിൽ മാത്രമേ നമുക്ക് അത്ഭുതപ്പെടേണ്ടതുള്ളൂ. അല്ലാതെ ചേട്ടൻ എന്താണ് ഇതിൽ എത്ര ആത്മരോഷം കൊള്ളാനുള്ള കാരണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇതൊക്കെ നടക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് വലിയ ഞെട്ടലില്ലാത്തത് പിണറായി അല്ലേ, ഇതല്ല ഇതിന്റെ അപ്പുറം. ഇതിനകത്ത് എനിക്ക് തോന്നിയ ഒരു ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഈ PSCയിൽ അംഗമായിരുന്ന നേരത്തെ PSCയിൽ അംഗമായിരുന്ന 2006 അംഗമായിരുന്ന ഒരാളിനെ ഈ മുഖ്യധാര മാധ്യമങ്ങളിൽ ഒരു ചർച്ചയിൽ വന്നിരുന്നു. അദ്ദേഹം ചർച്ചയിൽ വന്നിരുന്നു പറയുന്നത്, ഇത് നിങ്ങൾ പറയുന്ന പോലെയല്ല, ഞങ്ങൾക്ക് മണിക്കൂർ കണക്കിന് ജോലിയുണ്ട്, ഞങ്ങളുടെ ജോലി അങ്ങനെയാണ്, ഞങ്ങൾക്ക് പിന്നെ പുതിയ ആൾക്കാരെ ജോലിക്ക് എടുക്കേണ്ട കാര്യങ്ങൾ. അപ്പം ഇപ്പോൾ ഈ പറയുന്ന പോലെ കഴിഞ്ഞ ഒരു 2 മാസത്തിന് 2 മാസത്തിന് ഞാൻ അതാ പറയാൻ വന്നേ, 2 മാസത്തിന് മുമ്പ് റാങ്ക് ലിസ്റ്റിൽ കാലാവധി കഴിയാറായ എത്രയോ പോലീസുകാർ റാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്ന ചെറുപ്പക്കാരെ ഞാൻ അന്നും നാട്ടിൽ പോകുമ്പോഴത്തേക്ക് കണ്ട വളരെ വളരെ സങ്കടകരമായ കാഴ്ചകളാണ് കണ്ടത്. കാര്യം ആ ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിച്ചു. എന്നിട്ട് ഇവിടെ എന്നിട്ടാണ് ഇയാൾ പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ തിരിച്ച് കോൺഗ്രസിന്റെ പ്രതിനിധികളെ മറുപടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീരമായിരുന്നു. ശരിയാണ് സാർ, നിങ്ങളൊക്കെ അങ്ങനെ അവിടെ ഇരുന്നിട്ട് തന്നെയാണ് ഇത്രയും പേരൊക്കെ സമരം ചെയ്യുന്നതും പിന്നെ ഉദ്യോഗസ്ഥരെ കറക്റ്റായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യുന്നതും കാര്യങ്ങളൊന്നൊക്കെ തിരിച്ച് മറുപടി വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഒറ്റ കാര്യമേ പറയാനുള്ളൂ, അത് ഈ സ്റ്റാറ്റ്യൂട്ടറിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ചെയ്യേണ്ട കാര്യമാണ് എന്നൊക്കെ ഈ മന്ത്രി പറയുമ്പോൾ കേവലം ഒരു തുച്ഛം വളരെ കുറച്ച് തുക കൂട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ആയിരക്കണക്കിന് വരുന്ന പാവം പിടിച്ച ഈ ആശാവർക്കർമാർ വന്ന് കിടക്കുമ്പോൾ ഇവരുടെ കണ്ണ് തുറന്നില്ല എന്നുണ്ടെങ്കിൽ അവർ തീർത്തും പറയുന്നുണ്ട്, ഇനി ഞങ്ങൾ ആലോചിക്കും ആർക്ക് വോട്ട് ചെയ്യണമെന്ന് വരെ അവർ പറയുന്നുണ്ട്. അത് വളരെ കഷ്ടമാണ്. സഹിക്കാൻ ഇവര് മണിക്കൂറുകൾ ജോലി ചെയ്യുന്നു എന്നല്ലേ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്ന് പറയുന്നത്. എത്ര PSC നിയമനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. പ്രജിത ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ ആരോഗ്യമന്ത്രി, ഈ ആരോഗ്യമന്ത്രിക്കൊക്കെ എന്ത് അറിയാം, അവരൊക്കെ എന്ത് കണ്ടുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അല്ല, നമ്മള് മാധ്യമ പ്രവർത്തകരായിരുന്ന സമയത്ത് വളരെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്ന ഒരാളാണ്.
അവർക്ക് ഇത്തരത്തിലുള്ള ഏറ്റവും അടിത്തട്ടിൽ വർക്ക് ചെയ്യുന്നവരുടെയൊക്കെ ഒരു വേദന മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, അതായത് ഒരു മാധ്യമ പ്രവർത്തകയായിരുന്ന സമയത്ത് അവരുടെ വേദന മനസ്സിലാക്കാതെ ആയിരിക്കണം ഒരുപക്ഷെ അവർ മാധ്യമ പ്രവർത്തനം നടത്തിയത് എന്ന് മാധ്യമപ്രവർത്തകർക്ക് തന്നെ ഇപ്പോ അതിൽ അവരിങ്ങനെ മന്ത്രിയായി കഴിഞ്ഞിട്ട് അവരുടെ പ്രകടനത്തിൽ നമുക്ക് തന്നെ ലജ്ഞ തോന്നുന്നുണ്ട്. ഒന്നുമില്ലെങ്കിലും പറയാമല്ലോ, അവരുടെ ആവശ്യം അടിസ്ഥാനപരമായിട്ടുള്ളതാണ്. അത് സാർ നിങ്ങൾ നടത്തിക്കൊടുക്കാൻ എന്തെങ്കിലും ഒരു വഴി കാണാം. ചേട്ടാ എത്രയോ ലക്ഷങ്ങളാണ് കൂട്ടിക്കൊടുക്കുന്നത്. ഇതിൽ നിന്ന് ലക്ഷങ്ങൾ വേണ്ടെന്നേ, ഒരു 1,00,000 രൂപ വെച്ച് കുറച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ ഇവർക്ക് കൊടുക്കാനുള്ള തുച്ഛമായ വേതനം കൂട്ടിക്കൊടുക്കാനുള്ളത് ഉണ്ടാവും ചേട്ടാ. അല്ലേ, ഇത് പറഞ്ഞെങ്ങനെയെന്നറിയോ, സാമ്പത്തിക പ്രതിസന്ധി കാരണം നിയമന നിരോധനം നടത്താമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ നമ്മൾ സംസാരിച്ചു പറഞ്ഞു. അവരുടെ മാമനും അച്ചമ്പിക്കും പാർട്ടി പിന്നെ പാർട്ടിക്കാരന്റെ ഭാര്യയുടെ കാമുകന് വരെ ജോലി കൊടുക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു. അപ്പൊ അതിനൊക്കെ അവരുടെ കയ്യിൽ അതൊക്കെ അവർക്ക് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ മാവേലി സ്റ്റോറിൽ സാധനങ്ങളില്ല, ഇവിടെ റേഷൻ കട കൂട്ടിയിട്ട് പിന്നെ വ്യാപാരികൾക്ക് കാശ് കൊടുക്കാൻ ഇല്ല. അപ്പൊ ഈ പറയുന്ന പെൻഷൻ സിവിൽ സപ്ലൈസിന്റെ, അതായത് ഈ ഭക്ഷ്യവകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് അത് ഈ CPIയുടെ കയ്യിലിരിക്കുന്നതാണല്ലോ. അപ്പൊ ഈ CPI എന്ന് പറയുന്നത് നിങ്ങൾ അവിടെ ഇരുന്നാൽ മതി, മുട്ടടിക്കും. കഴിഞ്ഞ ദിവസം ബ്രൂവറിയുടെ വിഷയം വന്നപ്പോഴത്തേക്ക് മുട്ടടിച്ചില്ലേ? പറയാനുള്ളത് ആർജവത്തോടെ പറയണമായിരുന്നു, ആർജവത്തോടെ വെളിയിൽ ഭാർഗവൻ എന്ന നേതാവിന്റെ അതെ. ഒരു ഘട്ടത്തിൽ ഒരു മാറ്റം വന്നിരുന്നു, CK ചന്ദ്രപ്പൻ സഖാവ് വന്ന സമയത്ത്. പക്ഷേ ആ 2 സഖാക്കളോ എന്നൊക്കെ പറയുന്ന അവരുടെ നിലപാടുകൾ എന്നൊക്കെ പറയുന്നത് നമുക്ക് മറക്കാൻ പറ്റില്ല. പിണറായി വിജയൻ എന്ന കച്ചവടക്കാരന്റെ മുന്നിൽ ഇവരെല്ലാം തലകുനിക്കുകയാണ്. അത് ബ്രൂവറിയുടെ വിഷയം മറ്റൊരു വിഷയമായതുകൊണ്ട് നമ്മൾ ഇതിൽ സംസാരിക്കുന്നില്ല. ഏതായാലും പോരട്ടെ. കുഞ്ചൻ പറയുമല്ലോ, ഒരു കുഞ്ചൻ നമ്പ്യാരുടെ ഒരു പദപ്രയോഗമുണ്ട്, ഈ എനിക്കും കിട്ടണം പണം എന്ന് പറയുന്ന ആ വാചകം എങ്ങനെയായിരുന്നു? അതായത് കുഞ്ചൻ നമ്പ്യാരുടെ ഒരു പ്രശസ്തമായ ഒരു വരികളുണ്ട്. അതായത് ഒരിടത്തൊരു ദീപസ്തംഭം കാണുന്നുണ്ട്. അപ്പോൾ ദീപസ്തംഭം കണ്ട ശേഷം ഈ ദീപസ്തംഭത്തിനെ കാണിച്ചുകൊണ്ട് രാജാവ് പറഞ്ഞു, നമ്പ്യാരി നമുക്കൊരു കവിത എഴുതിത്തരണം, കവിത എഴുതിയാൽ അതിന് നമുക്ക് എന്താ ചെയ്യുക? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദീപസ്തംഭം മഹാശ്ചര്യം, എനിക്കും കിട്ടണം പണം എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞു. അതുപോലെ ഈ ഭരണത്തിലിരിക്കുന്നു, മാക്സിമം വെട്ടി പോക്കറ്റിലാക്കുക, പോണ പോക്കിൽ കൊണ്ടുപോവുക. അതിന് കൂട്ടി നിൽക്കാൻ കുറേ യുവാക്കളായി മന്ത്രിമാരും ഉണ്ടെന്ന് കാണുമ്പോൾ വളരെ സങ്കടമുണ്ട്.